നവകേരള സർവേ റദ്ദാക്കിയ ഹൈക്കോടതി ഉത്തരവ് സുപ്രീം കോടതി സ്റ്റേ ചെയ്തു. സർക്കാർ നടത്തിയ ക്ഷേമ പ്രവർത്തനങ്ങളുടെ മൂല്യനിർണ്ണയം നടത്തുന്നതിൽ എന്താണ് തെറ്റെന്ന് കോടതി ചോദിച്ചു. ഹൈക്കോടതി ഇടപെടൽ സുപ്രീം കോടതി പരിശോധിക്കണമെന്ന് കേരളത്തിന് വേണ്ടി ഹാജരായ കപിൽ സിബൽ ആവശ്യപ്പെട്ടു. ഡി ധനസുമോദ് വിവരങ്ങൾ നൽകും. ധനസുമോദ്, ഇവിടെ ഹൈക്കോടതിയിൽ നിന്നുണ്ടായ പ്രധാന നിരീക്ഷണം എന്ന് പറയുന്നത് ഖജനാവിൽ നിന്നുള്ള പണം ഉപയോഗിച്ച തെരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തരുത്, അതിന് ധനാനുമതി നൽകാനാകില്ല എന്നതായിരുന്നു. എന്നാൽ അതെല്ലാം തള്ളിക്കളയുകയാണോ സുപ്രീം കോടതിയിൽ നിന്നുണ്ടായത്? എന്ത് നിരീക്ഷണമാണ് ഇന്നിപ്പോൾ ഹൈക്കോടതി ഉത്തരവ് സ്റ്റേ ചെയ്തുകൊണ്ട് സുപ്രീം കോടതി നടത്തിയത്? ദിവ്യ പറഞ്ഞതുപോലെ തന്നെ ഈ ഖജനാവിൽ നിന്നും പൊതുപണം ചെലവഴിച്ചുകൊണ്ട് ഈ PR സ്ട്രാറ്റജിയാണ് നടപ്പാക്കുന്നത് തുടങ്ങിയ വാദങ്ങളെ പൂർണ്ണമായി തള്ളുകയാണ് ഇന്ന് സുപ്രീം കോടതി ചെയ്തത്. ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ചാണ് കേസ് പരിഗണിച്ചത്. ഈ ഹർജി പരിഗണിച്ചപ്പോൾ തന്നെ കേരളത്തിന് വേണ്ടി മുതിർന്ന അഭിഭാഷകനായിട്ടുള്ള കപിൽ സിബലാണ് ഹാജരായത്. അദ്ദേഹം ചൂണ്ടിക്കാട്ടിയത് ഈ സർക്കാർ 10 വർഷത്തിനുള്ളിൽ ചെയ്ത പദ്ധതികൾ അത് ജനങ്ങളിലേക്ക് എവിടം വരെ എത്തി എന്നുള്ള ഒരു ഹിതപരിശോധനയാണ് ഇത് നടക്കുന്നത് എന്നുള്ളൊരു കാര്യമാണ് പറഞ്ഞത്. പക്ഷേ അതിനെ എതിർത്തുകൊണ്ട് ഈ കക്ഷിക്കാർക്ക് വേണ്ടി ഹാജരായവർ ചൂണ്ടിക്കാണിച്ചിരുന്നു. കാര്യം അവർ തടസ്സവാദ ഹർജി നൽകിയിരുന്നു. അവരുടെ വാദം കൂടി കേൾക്കാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ള ഒരു തടസ്സവാദ ഹർജിയായിരുന്നു നൽകിയിരുന്നത്. അവർ ഈ ചൂണ്ടിക്കാട്ടിയത് ഇത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് സ്റ്റണ്ടാണ് എന്നുള്ളൊരു കാര്യമാണ് പറഞ്ഞത്. മാത്രമല്ല ഈ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കന്മാർ എം വി ഗോവിന്ദനെ പോലുള്ള ആൾക്കാരെയാണ് പ്രധാനമായി ഉദ്ദേശിച്ചത്. അവരെല്ലാം ഇതിനകത്ത് പങ്കെടുക്കുന്നുവെന്നും അവരുടെ നിർദ്ദേശം ഇതിലുണ്ടെന്നും മാത്രമല്ല ഭരിക്കുന്ന പാർട്ടിയുടെ പ്രവർത്തകരാണ് ഇത് ചെയ്യുന്നത് എന്നുള്ളൊരു കാര്യമാണ് പ്രധാനമായും ചൂണ്ടിക്കാണിച്ചത്. പക്ഷേ ആ തരത്തിലുള്ള എല്ലാ വാദങ്ങളെയും സുപ്രീം കോടതി പൂർണ്ണമായി തള്ളിക്കളയായിരുന്നു ചെയ്തത്. കാര്യം സർക്കാർ അവരുടെ ഒരു ഹിതപരിശോധന, അവരുടെ പദ്ധതികൾ എവിടം വരെ എത്തി എന്നുള്ള കാര്യം പരിശോധിക്കുകയാണെങ്കിൽ അതിൽ എന്താണ് തെറ്റ് എന്നുള്ളൊരു കാര്യമാണ് ചീഫ് ജസ്റ്റിസ് ചോദിച്ചത്. അതോടുകൂടി തന്നെയാണ് മാത്രമല്ല 20 കോടി രൂപയാണ് ഇതിനുവേണ്ടി ചെലവഴിക്കുന്നത് എന്നുള്ള ഒരു വാദമാണ് അടുത്ത ഘട്ടത്തിൽ ഈ ഹർജിക്കാർ ചൂണ്ടിക്കാണിച്ചത്. അങ്ങനെയെങ്കിൽ ഈ 20 കോടി രൂപ എങ്ങനെയാണ് ചെലവഴിക്കുന്നത്, അതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് സമർപ്പിക്കാനായിട്ടാണ് സുപ്രീം കോടതി ഇപ്പോൾ സംസ്ഥാന സർക്കാരിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇതുകൂടാതെ ഈ കക്ഷിയിൽ ഹർജിക്കാർക്ക് നോട്ടീസ് അയച്ചിട്ടുണ്ട്. അതായത് ഡോക്ടർ അലോഷ്യസ് ഉൾപ്പെടെ KSUവിന്റെ സംസ്ഥാന അധ്യക്ഷൻ ഉൾപ്പെടെയുള്ളവർക്ക് ഇപ്പോൾ സുപ്രീം കോടതി നോട്ടീസ് അയച്ചിരിക്കുകയാണ്. ഈ സ്റ്റേ എന്ന് പറയുമ്പോൾ ഈ ഹർജിയിൽ ഒരു അന്തിമ ഉത്തരവ് വരുന്നത് വരെയാണോ ഹൈക്കോടതി ഉത്തരവിന് സ്റ്റേ നൽകിയത്? സാധാരണ ഈ ഹൈക്കോടതി വിധി സ്റ്റേ ചെയ്യുക എന്ന് പറയുമ്പോൾ ഒരു അന്തിമ ഉത്തരവിന് വേണ്ടി തന്നെയായിരിക്കും സ്റ്റേ ചെയ്യുന്നത്. പക്ഷേ സുപ്രീം കോടതിയിൽ ഒരു നിരീക്ഷണങ്ങൾ നമ്മൾ ഒന്ന് മനസ്സിലാക്കുകയാണെങ്കിൽ വാക്കാൽ തന്നെയുള്ള ഒരു നിർദ്ദേശം, ഒരു കോടതിയുടെ അതിനോടുള്ള ഒരു ആറ്റിറ്റ്യൂഡ്, എങ്ങനെയാണ് കോടതി ഇതിനെ സമീപിക്കുന്നത് എന്നുള്ളൊരു കാര്യം കൃത്യമായി മനസ്സിലാക്കുന്നതാണ്. കാര്യം നേരത്തെ ഹൈക്കോടതി ജഡ്ജി എന്തൊക്കെ കാര്യങ്ങളാണോ ആ ഉത്തരവിൽ എഴുതിയിരിക്കുന്നത് അതെല്ലാം നിഷ്പ്രഭമാക്കുന്ന തരത്തിൽ എന്താണ് ഈ സംസ്ഥാന സർക്കാർ ഭരിച്ചതിന് ശേഷം അത് വിലയിരുത്തിയാൽ എന്താണ് തെറ്റ് എന്നുള്ളൊരു കാര്യമാണ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് തന്നെ ചോദിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും ഇത്തരത്തിലുള്ള നിരീക്ഷണങ്ങൾ തുടർന്നുള്ള വാദങ്ങളിൽ പ്രതിഫലിക്കാൻ സാധ്യതയുണ്ട്. മാത്രമല്ല ഇനി തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം ഉണ്ടായതിനു ശേഷമായിരിക്കും മിക്കവാറും ഇത്തരത്തിലുള്ള വാദങ്ങളായി മുന്നോട്ട് പോകാൻ കഴിയുക. ഏതായാലും വലിയൊരു തിരിച്ചടിയായിരുന്നു ഹൈക്കോടതി വിധിയോടെ സംസ്ഥാന സർക്കാരിന് ഹൈക്കോടതിയിൽ നിന്ന് ലഭിച്ചിരുന്നത്. അതിൽ നിന്ന് വലിയ തരത്തിലുള്ള ഒരു ആശ്വാസമാണ് ഇപ്പോൾ സുപ്രീം കോടതിയുടെ ഈ ഇടക്കാല ഉത്തരവിലൂടെ ഉണ്ടായിരിക്കുന്നത്. എന്തായാലും സർക്കാരിന് ആശ്വസിക്കാം, നവകേരള സർവേ തുടരാം എന്നാണ് സുപ്രീം കോടതിയിൽ നിന്നുണ്ടായ നിർദ്ദേശം. ഡി ധനസുമോദാണ് വിവരങ്ങൾ നൽകിയത്.